അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ അമ്മാവൻ അനസ് ബിൻ നളിർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അവിശ്വാസികളോട് നിങ്ങൾ നടത്തിയ ആദ്യ യുദ്ധത്തിൽ തന്നെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. റസൂലെ, ഇനിയൊരവസരം ലഭിച്ചാൽ അവിശ്വാസികളുമായി സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെടാൻ ഞാൻ സന്നദ്ധനാണ്. ഒടുവിൽ ഉഹദ് യുദ്ധം സമാഗതമായി. ഇരു കൂട്ടരും പോർക്കളത്തിൽ ശക്തമായി പോരാടി. റസൂലിൻ്റെ കൽപ്പന ലംഘിച്ച് ജബൽ റുമാത്തിൽ നിന്ന് അമ്പെയ്ത്ത് വിദഗ്ധർ താഴെ ഇറങ്ങിയ വേളയിൽ ശത്രു സൈന്യം ഖാലിദ് ബിൻ വലീദിൻ്റെ കീഴിൽ പ്രത്യാക്രമണം നടത്തി. വളരെ വേദനാജനകമായ കാഴ്ചയ്ക്ക് സാക്ഷിയായ അനസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ഇപ്രകാരം കരാർ രൂപത്തിൽ പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട്: കാരുണ്യവാനായ റബ്ബേ, മുസ്ലിങ്ങൾക്ക് സംഭവിച്ച അമളിയിൽ അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. എന്നാൽ ശത്രുക്കളുടെ പ്രത്യാക്രമണത്തിൽ ഞാൻ ഒരു തരത്തിലും കാരണക്കാരനായിട്ടില്ല. യുദ്ധം കൊടുമ്പിരികൊള്ളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വാർത്ത കേട്ട മുസ്ലിങ്ങൾ ആകെ തളർന്നു പോയി. നിസ്സഹായരായി ഇരിക്കുന്നത് കണ്ട മുസ്ലിമീങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നിഷ്ക്രിയരായി ഇരിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ കൊല്ലപ്പെട്ടു എന്നവർ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നൈമിഷികമായ ഈ ജീവിതം കൊണ്ട് നിങ്ങൾ മറ്റെന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രവാചകരുടെ മാതൃക പിന്തുടർന്ന് പോരാടി രക്തസാക്ഷിത്വം വഹിക്കൂ. നിസ്സഹായരായി നിന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ പോരാട്ടം തുടരുകയാണുണ്ടായത്. നീണ്ട പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. യുദ്ധാനന്തരം 80-ലേറെ വെട്ടേറ്റ് കിടന്ന അനസ് റളിയല്ലാഹു അൻഹു തിരിച്ചറിയപ്പെടാത്ത വിധം യുദ്ധഭൂമിയിൽ അനാഥമായി കിടന്നു. ഒടുവിൽ വിരലിലെ അടയാളം കണ്ടാണ് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അനസ് ബിൻ നളിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണത്രേ അവതീർണമായത്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലു തബ്ദീല. അള്ളാഹുവുമായി കരാർ പൂർത്തിയാക്കിയ ചിലർ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. രക്തസാക്ഷിത്വം വരിച്ചവരും അത് പ്രതീക്ഷിക്കുന്നവരും അവരിലുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്ത് പ്രസക്തമാണ്. താനുമായി ചെയ്ത കരാറുകൾ പൂർത്തീകരിക്കുന്നവർ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. യുദ്ധങ്ങൾക്കുപരി ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും റബ്ബുമായുള്ള കരാറുകൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണം പോലെ ശ്രമകരമാണ് അവൻ്റെ മാർഗത്തിലുള്ള ജീവിതവും എന്ന് നാം തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതുണ്ട്. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്ന വാർത്ത അറിഞ്ഞ ഉടനെ സോഷ്യൽ മീഡിയയിൽ ആദ്യം കണ്ടത് സ്വാലിഹ് ജഅഫറാവിയെ ആയിരുന്നു. വൈദ്യുതിയും വെളിച്ചവുമില്ലാത്ത ഗസയുടെ തെരുവുകളിലൂടെ മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് ഓൺ ചെയ്ത് ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ആഹ്ലാദത്തോടെ ഓടി നടന്ന് വെടിനിർത്തൽ പ്രഖ്യാപനം ഗസക്കാരെ അറിയിക്കുകയായിരുന്നു സ്വാലിഹിൻ്റെ വീഡിയോ നാം എല്ലാവരും കണ്ടതാണ്. സയനിസ്റ്റ് ഭീകരർ ഗസയിൽ സംഹാര താണ്ഡവമാടുന്നതിനിടയിൽ അവരേറ്റവും അധികം ഭയപ്പെട്ടതും അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കിയതും മാധ്യമപ്രവർത്തകരായിരുന്നു. മരണഭയമില്ലാതെ ഗസയുടെ മുക്കുമൂലകളിലെത്തി വിശ്രമമില്ലാതെ ഓടി നടന്ന് സയനിസ്റ്റ് ഭീകരർ ഗസയിൽ അഴിച്ചുവിടുന്ന കണ്ണിൽ ചോരയില്ലാത്ത കൊടും പാതകങ്ങളുടെ ആഴപ്പരപ്പുകൾ മാലോകരെ തത്സമയം അറിയിച്ചു കൊണ്ടിരുന്നവർ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 വർഷം മാത്രം 250-ലധികം മാധ്യമപ്രവർത്തകരാണ് ഗസയുടെ ചൂടും ചൂരും ലോകത്തിന് മുമ്പാകെ അറിയിക്കുന്നതിനിടയിൽ ഷഹാദത്ത് വരിച്ചത്. ആ പട്ടികയിൽ ഇതുവരെയുള്ളതിൽ അവസാനത്തെ പേരാണ് പ്രിയപ്പെട്ട സ്വാലിഹ് ജഅഫറാവിയുടേത്. അസാമാന്യമായ ഖുർആൻ പാരായണത്തിലൂടെ പ്രവാചക കീർത്തനങ്ങൾ ഗംഭീരമായി പാരായണം ചെയ്യുന്ന ജഅഫറാവി എന്ന സഹോദരൻ അസാമാന്യമായ സാഹസികതയോടുകൂടി ഗസയുടെ ഓരോ സ്പന്ദനങ്ങളും ഒപ്പിയെടുത്ത് ലോകത്തെ അറിയിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് അനിർവചനീയമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ
ഗസയിൽ ഏറ്റവും അധികം കണ്ട മുഖങ്ങളിലൊന്നാണ് പ്രിയപ്പെട്ട സ്വാലിഹിൻ്റേത്. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമാണ് സ്വാലിഹിൻ്റെ ഷഹാദത്ത് സംഭവിച്ചിരിക്കുന്നത്. മോചിപ്പിക്കപ്പെട്ട 2000 ബന്ദികളിൽ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരൻ നാജിയുണ്ട്. നാജിയെ സ്വീകരിക്കാൻ സ്വാലിഹ് ജാഫറാവി ഇല്ല എന്നതാണ് ആ കുടുംബം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പലപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണം പോലെ ശ്രമകരമാണല്ലോ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജീവിതവും. ധനികനാക്കി മാറ്റിയാൽ ധർമ്മിഷ്ഠനാകാമെന്ന് റബ്ബിനോട് വാഗ്ദാനം ചെയ്ത ശേഷം അവൻ നിനക്ക് ഐശ്വര്യം ചൊരിഞ്ഞാൽ പിന്നീടൊരിക്കലും കരാർ ലംഘനത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നത് പ്രസക്തമാണ്. ക്ഷണനേരത്തിൽ നിന്നെ ധനികനാക്കിയവന് ദരിദ്രനാക്കാനും കാലതാമസമില്ല എന്ന കാര്യം സദാ ഓർമ്മിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഇടങ്ങൾ രോഗശയ്യ മാത്രമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് തെറ്റാണെങ്കിലും ആ തെറ്റിലേക്ക് പിന്നീട് ഒരിക്കലും പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് കരാറിലേർപ്പെട്ടാൽ മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കണം. സ്വാലിഹ് ജാഫറാവിയുടെ രക്തസാക്ഷിത്വം ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ കരാറുകളും ആ കരാർ പാലനത്തിലൂടെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗത്തെയും കുറിച്ചാണ്. സ്വാലിഹിൻ്റെ വസിയത്ത് നമ്മൾ വായിക്കുകയുണ്ടായി. അന സാലിഹ് അത്റുഖു വസിയത്തി ഹാദിഹി ലാ വിദാഅൻ ബൽ ഇസ്തിംറാറൻ ലിതരീഖിൻ ഇഖ്തർതുഹു അൻ യക്കീനിൻ. ഉറപ്പായിട്ടും ഉറച്ച ബോധ്യത്തോടുകൂടി ഞാൻ തിരഞ്ഞെടുത്ത ഒരു വഴിയിലേക്കുള്ള നൈരന്തര്യമാണ് എൻ്റെ ഈ വസിയത്ത്. ഇതൊരു വിടവാങ്ങലല്ല. യഅലമുല്ലാഹു അന്നനി ബദൽതു കുല്ലമാ അംലികു മിൻ ജുഹ്ദിൻ വഖുവ്വ. ഞാൻ എല്ലാ തരത്തിലുമുള്ള എൻ്റെ കഴിവും എൻ്റെ പരിശ്രമവും ഞാൻ ചിലവഴിച്ചു എന്ന് പടച്ചവനറിയാം. കാരണം ലി അകൂന സനദൻ വസൗതൻ ലി അബ്നാഇ ശഅബി. എൻ്റെ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി എൻ്റെ ശബ്ദവും എൻ്റെ കൃത്യമായ സാന്നിധ്യവും ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിച്ചു. ഇഷ്തുൽ അലമ വൽ ഖഹറ ബികുല്ലി തഫാസീലി. വേദനയും പ്രയാസങ്ങളും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി ഞാൻ അനുഭവിച്ചു. വദുഖുതുൽ വജഅ വ ഫഖദൽ അഹിബ്ബതി മിറാറൻ. പ്രിയപ്പെട്ടവരുടെ വേർപാടും വേദനയും ഒരുപാട് വേദനകളായി രുചിച്ചു. വറഗ്മ ദാലിക ലം അത്തവാന യൗമൻ അൻ നഖൽ ഹഖീഖ കമാ ഹിയ. കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി അവതരിപ്പിക്കുന്നതിൽ നിന്നും ഞാൻ ഒരിക്കലും അമാന്തം കാണിച്ചില്ല. അൽ ഹഖീഖത്തുല്ലത്തി സതബ്ക ഹുജ്ജത്തൻ അലാ കുല്ലി മൻ തഖാദല വസമത. തീർച്ചയായിട്ടും ആ യാഥാർത്ഥ്യങ്ങൾ, തീർച്ചയായിട്ടും ഈ ഫലസ്തീൻ പ്രശ്നത്തിൽ നിശബ്ദത പാലിച്ച മുഴുവൻ ആളുകളുടെയും നിന്ദ്യതയുടെ മേലുള്ള സാക്ഷിത്വമാണ് യാഥാർത്ഥ്യങ്ങൾ. വൈലൻ ഷറഫുൻ ലികുല്ലി മൻ നസറ വദഅമ വവഖഫ മഅ അഷ്റഫിർ റിജാലി വഅസ്സിൻ നാസി വഅക്രമിഹിം അഹ്ലി ഹസ്സ. ഏറ്റവും മാന്യന്മാരായ, ഏറ്റവും ഇസ്സത്തുള്ള സമൂഹത്തിലെ രണഭേരിയിൽ ധീരന്മാരായി നിലകൊണ്ട ഫലസ്തീനുകൾക്കൊപ്പം നിലകൊള്ളുകയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള ആത്മാഭിമാനവും കൂടിയാണ്, മഹത്വവും കൂടിയാണ് തീർച്ചയായിട്ടും ഈ നിലപാടുകൾ. ഇനിസ്തഷ്ഹത്തു ഫഅലമു അന്നനി ലം അഗിബ്. ഞാൻ രക്തസാക്ഷിയായാൽ ഞാൻ അപ്രത്യക്ഷമായി എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അപ്രത്യക്ഷമായിട്ടില്ല ഞാൻ. അനൽ ആൻ ഫിൽ ജന്ന. ഞാനിപ്പോൾ സ്വർഗത്തിലാണ്. മഅറുഫാഖിയല്ലദീന സബഖൂനി. എനിക്ക് മുമ്പേ കടന്നുപോയ എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം. മഅ അനസിൻ വ ഇസ്മായിൽ. അനസിനും ഇസ്മായിലിനുമൊക്കെ. വകുല്ലുൽ അഹിബ്ബത്തില്ലദീന സദഖു മാ ആഹദുല്ലാഹ അലൈ. അള്ളാഹുവിനോട് കരാർ ചെയ്ത കരാറുകളെ പൂർത്തീകരിച്ച പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ സ്വർഗത്തിലാണ്. ഊസീക്കും അൻ തദ്കുറൂനി ഫീ ദുആഇക്കും വ അൻ തുക്മിലുൽ മസീറ മിൻ ബഅദി. നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ നിങ്ങൾ സ്മരിക്കണം. തദ്കുറൂനി ബി സദഖാത്തിൻ ജാരിയ. ജാരിയായ സദഖകൾ കൊണ്ട് നിങ്ങൾ എന്നെ ഓർക്കണം. വദ്കുറൂനി കുല്ലമാ സമഅതുമുൽ അദാൻ ഔ റഅയ്തുമുൻ നൂർ യശഖു ലൈലത ഗസ്സ. ഗസ്സയുടെ രാത്രിയെ കീറിമുറിക്കുന്ന പ്രകാശത്തെ നിങ്ങൾ കണ്ടാൽ, അവിടെ ബാങ്ക് വിളി കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കണം. നിങ്ങളോട് പ്രതിരോധിക്കുവാൻ ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഞങ്ങളേതൊരു വഴിയിലാണോ സഞ്ചരിച്ചത്, ഞങ്ങളേതൊരു വഴിയിലാണോ വിശ്വസിച്ചത്, ആ മാർഗത്തിൽ നിങ്ങൾ
പോരാടണം. ഫമാ അറഫ്ന ലി അൻഫുസിന തരീഖൻ ഗൈറ, മറ്റൊരു വഴിയും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. വലാ വജദ്ന മഅനൽ ഹയാത്തി ഇല്ലാ ഫി സ്സബാത്തി അലൈ, പ്രതിരോധത്തിൻ്റെ മാർഗത്തിൽ സ്ഥൈര്യപൂർവ്വം നിലകൊള്ളലല്ലാതെ മറ്റൊരു വഴിയെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഊസീകും ബി അബി, എൻ്റെ പിതാവിനെ കൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഹബീബു ഖൽബി വ ഖുദ്വത്തി, എൻ്റെ ഹൃദയത്തിൻ്റെ സുഗന്ധമായിരുന്നു, എൻ്റെ ഏറ്റവും നല്ല മാതൃകയായിരുന്നു. യാ മൻ റാഫഖ്തനി വഖ്തൽ ഹർബി ബികുല്ലി മാ ഫീഹാ അസ്അലുല്ലാഹ അൻ നൽതഖി ഫിൽ ജിനാൻ വ അൻത റാദിൻ അന്നി യാ താജ റഅസി. ഈ വസിയത്ത് അതിങ്ങനെ അവസാനിക്കുകയാണ് പിതാവിനെ കുറിച്ച്. ഊസീകും ബി അഖി വ മുഅല്ലിമി വ റഫീഖി ദർബി നാജി, പ്രിയപ്പെട്ട സഹോദരൻ നാജിയെ, അധ്യാപകരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന വസിയത്തിലെ വാചകങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. യാ ഉമ്മി അൽ ഹയാത്തു ബിദൂനിക ലാ ഷൈ, നിങ്ങളെ കൂടാതെയുള്ള ജീവിതം അതൊരു ജീവിതമേ അല്ല. കുന്തി ദുആ അല്ലദീ ലാ യൻഖതി, ഒരിക്കലും അണഞ്ഞു പോവാത്ത പ്രാർത്ഥനയായിരുന്നു അങ്ങ്. വൽ ഉംനിയത്തുല്ലത്തി ലാ തമൂത്ത്, ഒരിക്കലും മരിക്കാത്ത പ്രത്യാശയായിരുന്നു അങ്ങ്. ദഅഉതുല്ലാഹ അൻ യശ്ഫിയക വ യുആഫീക്, താങ്കൾക്ക് പരിപൂർണമായ രോഗശമനവും സൗഖ്യവും ഉണ്ടാവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. വകം ഹലിംത അൻ അറാക്കി തുസാഫിരീന ലിൽ ഇലാജ് വതഊദീന മുബ്തസിമ, രോഗാതുരമായ അവസ്ഥയിലും ചികിത്സ തേടി പോകുന്ന, ക്ഷമാപൂർവം അതിനെയൊക്കെ നേരിടുന്ന ഉമ്മയെ പ്രിയപ്പെട്ട സ്വാലിഹ് ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വസിയത്തുകൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ വീഴ്ച വരുത്തിയെങ്കിൽ നിങ്ങൾ എന്നോട് മാപ്പാക്കണം. എൻ്റെ റഹ്മത്തിനും മഗ്ഫിറത്തിനും വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ കരാറ് പൂർത്തീകരിച്ചു. വലം ഉഗയ്യിർ വലം ഉബദ്ദിൽ, ഞാനൊരിക്കലും ആ കരാറിന് മാറ്റം വരുത്തിയിട്ടേയില്ല. ദൈവവുമായി ചെയ്ത കരാർ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബ വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലു തബ്ദീല.